തിയറി പഠിച്ചത് ഇത്രയും മതി. ഇനി നമുക്ക് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നൊക്കെ പറഞ്ഞല്ലോ, ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു കോഡ് എഴുതാൻ തുടങ്ങും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു ലാപ്ടോപ്പ്, സ്വന്തമായിട്ട് ലാപ്ടോപ്പ് വേണം, ഇൻ്റർനെറ്റ് വേണം. അതേപോലെ നിങ്ങൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് പഠിക്കണം. അതിന് വേണ്ടിയിട്ട് UAE സ്റ്റോറീസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ. ആ പ്ലേലിസ്റ്റ് കണ്ടുകൊണ്ട് ഇംഗ്ലീഷും കൂടെ പഠിക്കുക. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ആപ്പിളിൻ്റെ ഒരു മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ വിൻഡോസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലിനക്സ് ആയിരിക്കാം. ഏകദേശം കൺസെപ്റ്റൊക്കെ സിമിലർ ആയിരിക്കും, ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വിൻഡോസിലാകുമ്പോൾ ഫയൽ എക്സ്പ്ലോറർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു ഫോൾഡറിലാണ് ആദ്യം നമ്മൾ പോകുക. മാക്കിലാകുന്ന സമയത്ത് അങ്ങനെ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല. ഒരു ഡ്രൈവ്, C ഡ്രൈവ്, E ഡ്രൈവ് അങ്ങനെയുള്ള കൺസെപ്റ്റുകളില്ല. അത് നേരെ ഫോൾഡേഴ്സാണ്. അപ്പോൾ നമുക്ക് പോയി കഴിഞ്ഞാൽ മാക്കിലാവുന്ന സമയത്ത് നമ്മൾ ഫൈൻഡർ ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കണ്ടോ ഈ ഫൈൻഡർ ഉണ്ട്. ഇനി അത് വിൻഡോസിൽ നമ്മൾ പറഞ്ഞ എക്സ്പ്ലോറർ. ആ ഒരു ഫൈൻഡറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഫോൾഡേഴ്സൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പിൽ കുറച്ച് ഫോൾഡേഴ്സ് ഉണ്ട്. ആ ഫോൾഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഫയൽസ് ഉണ്ട്. ഫോൾഡേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫയൽസ് കീപ്പ് ചെയ്യാനുള്ള ഒരു ഷെൽഫ്, അതാണ് ഫോൾഡർ. ഒരു ഫോൾഡറിൽ മൾട്ടിപ്പിൾ ഫയൽസോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫോൾഡേഴ്സോ ഉണ്ടാവും. അങ്ങനെ ഇന്നറായിട്ട് എത്ര വേണമെങ്കിൽ ഡീപ്പായിട്ട് പോകാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഫോൾഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ ഫയൽസ് ഉണ്ടല്ലോ, ഓരോ ഫയലിന് അതിൻ്റെ നെയിമും പിന്നെ ഒരു ഡോട്ട് വേറെ നെയിം ഉണ്ടാവും. ഈ ഡോട്ട് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് എക്സ്റ്റൻഷൻ. അപ്പോൾ ഈ tsconfig.json എന്ന് പറയുന്ന ഇതൊരു ഫയൽ, ഈ എക്സ്റ്റൻഷൻ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു JSON ഫയലാണ്. അതേപോലെ ഇതൊരു ലോക്ക് ഫയലാണ്, ഇതൊരു JS ഫയലാണ്. അവസാനമുള്ള .js ആണ് നോക്കുന്നത്. അതിൻ്റെ മുമ്പ് ഡോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നെയിമിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. ഇതൊരു MD മാർക്ക് ഡൗൺ ഫയലാണ്. ഇതൊരു JSON ആണ്, വീണ്ടും ഒരു JSON. ഇനി SRC ഫോൾഡേഴ്സ് പോയി കഴിഞ്ഞാൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യും. ഇവിടെ TSX ഫയലുണ്ട്, TS ഫയലുണ്ട്, പിന്നെ ഇവിടെ TSX ഉണ്ട്. കണ്ടല്ലേ, ഉള്ളിലേക്ക് പിന്നെ വീണ്ടും ഫോൾഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എഡിറ്റർ എന്ന് പറയുമ്പോൾ ഒരു നോട്ട് പാഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നോട്ട് പാഡ് ++, അങ്ങനെ ഒരുപാട് എഡിറ്റേഴ്സ് ഉണ്ട്. സബ്ലൈം ടെക്സ്റ്റ്, വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. അപ്പോൾ ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. ഞാൻ ഓൾറെഡി വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ബ്രൗസർ, നിങ്ങൾ ഏത് ബ്രൗസറാണോ ഉപയോഗിക്കുന്നത് ആ ബ്രൗസർ എടുത്തതിന് ശേഷം നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് സെർച്ച് ചെയ്യാം. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡൗൺലോഡ്. അപ്പോൾ ആ പേജിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണല്ലോ നമ്മൾ ഗൂഗിൾ ചെയ്യുന്നത്. എന്താണോ നമ്മൾ ആവശ്യം, ആ ആവശ്യം പറഞ്ഞ് ഗൂഗിൾ ചെയ്യും വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡൗൺലോഡ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു വെബ്സൈറ്റാണ്, വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിലേക്ക് പോയി നമ്മൾ ഏതാണോ പ്ലാറ്റ്ഫോം, വിൻഡോസ് ആണെങ്കിൽ അങ്ങനെ, ഇനി ലിനക്സ് ആണെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്തിട്ട്, മാക് ആണെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആ ഡൗൺലോഡ് ചെയ്ത ഫയൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. ഒരു നെക്സ്റ്റ് അടിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടാവും, അല്ലാതെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് വേറെ ഒന്നും ഉണ്ടാവില്ല. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ഇട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഞാനൊരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. Command-N അല്ലെങ്കിൽ Control-N. നിങ്ങൾ ഏതാണോ ഡിവൈസ് യൂസ് ചെയ്യുന്നത്, ആപ്പിൾ ആണെങ്കിൽ Command-N, അല്ലെങ്കിൽ നിങ്ങൾ വിൻഡോസ് ആണെങ്കിൽ Control-N യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു, ഇപ്പോൾ Command-N അല്ലെങ്കിൽ Control-N യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ മുകളിലേക്ക് മൗസ് ഓവർ ചെയ്യുന്ന സമയത്ത് ആ സോഫ്റ്റ്വെയറിൻ്റെ ഓപ്ഷൻസ് കാണിക്കും. വിഷ്വൽ സ്റ്റുഡിയോ കോഡിന് പറയുന്ന പേരാണ് കോഡ്. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയറിൽ കാണുന്ന ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ ഫയൽ അങ്ങനെയും കൊടുക്കും. അപ്പോൾ ന്യൂ ഫയൽ കൊടുക്കുന്ന സമയത്ത് എന്താണ് ഫയലിൻ്റെ ടൈപ്പ് ചോദിക്കും. ഇനി അതല്ലെങ്കിൽ വെറുതെ Command-N ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു empty ഫയൽ ക്രിയേറ്റ് ചെയ്യും. ആ ഫയലിനെ നമ്മൾ സേവ് ചെയ്യുക. Command-S അല്ലെങ്കിൽ Control-S ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ പാത്ത്, ഒരു ഫോൾഡർ ഉണ്ടല്ലോ, ആ ഫോൾഡർ ചൂസ് ചെയ്യുക എവിടെ നമുക്ക് സേവ് ചെയ്യണമെന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ ഞാൻ index.html എന്നുള്ളത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് HTML ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതൊരു HTML ഫയലാണ്. HTML ഫയൽ റൺ ചെയ്യുന്നത് ബ്രൗസർ ഉപയോഗിച്ചാണ്. ഏതാണോ നിങ്ങൾ ബ്രൗസർ യൂസ് ചെയ്യുന്നത്, അത് മോസില്ല ഫയർഫോക്സ് ആവാം, ഗൂഗിൾ ക്രോം ആവാം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ആവാം, മൈക്രോസോഫ്റ്റ് എഡ്ജ് ആവാം, അല്ലെങ്കിൽ ആപ്പിൾ സഫാരി ആവാം. ഇങ്ങനെ നിങ്ങൾ ഏതാണോ ബ്രൗസർ ഉപയോഗിക്കുന്നത് ആ ബ്രൗസർ ഉപയോഗിച്ച് ഈ ഫയൽ റൺ ചെയ്യാം. അപ്പോൾ ഈ ഫയലിൽ ഇപ്പോൾ കോഡ് empty ആണ്, ഒരു empty ഫയലാണല്ലോ, ഇതിലൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ഇതിൽ HTML എഴുതും. HTML എന്ന് പറയുന്നത് ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്.
വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ലാംഗ്വേജ് ആണ്, മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. അതിന് മുമ്പ് എന്താണ് ഒരു HTML എന്നുള്ളത് കാണിച്ചു തരാം. ഈ എഡിറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടി ഒരുപാട് സ്നിപ്പറ്റ്സ് അവൈലബിൾ ആണ്. നമ്മൾ സ്ക്രാച്ചിൽ നിന്നെല്ലാം ലൈൻ ബൈ ലൈൻ കോഡ് എഴുതേണ്ട ആവശ്യമില്ല. കുറേ കാര്യങ്ങളൊക്കെ ഓട്ടോ സജഷൻ ഉണ്ടാവും, ഓട്ടോമാറ്റിക്കലി നമുക്ക് കോപ്പി ചെയ്തിടാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, HTML എന്ന് പറഞ്ഞാൽ വെറുതെ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഓട്ടോ സജഷൻസ് കാണിക്കും. അതിൽ ഏതാണ് നമുക്ക് വേണ്ടത് അത് ജസ്റ്റ് ആരോ മാർക്ക് യൂസ് ചെയ്ത് അതിലേക്ക് പോവുക, എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. ആ സമയത്ത് ആ ഒരു സ്നിപ്പറ്റ് ഓട്ടോമാറ്റിക് ജനറേറ്റ് ആവും. അപ്പോൾ ഇതാണ് ഒരു HTML പേജ് എന്ന് പറയുന്നത്. HTML പേജിനുള്ള കോഡ് എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ ടോപ്പിൽ ഡോക് ടൈപ്പ് HTML ആണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ആ HTML കോഡ് തുടങ്ങുന്നത് ഈ ലൈനിലാണ്. HTML എന്ന് പറയുന്ന ഒരു ടാഗ്, ഈ ഒരു ആംഗിൾ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലാണ് ഓരോ ടാഗും എഴുതുന്നത്. ആംഗിൾ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തു, അത് ക്ലോസ് ചെയ്തു. എന്താണ് ടാഗ് എന്ന് പറയുന്നത്? ഇതൊരു HTML ടാഗാണ്. ഓരോ ടാഗിനും മൾട്ടിപ്പിൾ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ അതിനൊരു വേറൊരു അഡീഷണൽ ഡെഫിനിഷൻ കൊടുക്കുന്നതാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ HTML എന്ന് പറയുന്ന ടാഗിനുള്ള ഒരു ആട്രിബ്യൂട്ടാണ് ലാംഗ്വേജ് അല്ലെങ്കിൽ ലാങ്. ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് എന്ന് പറയുന്നതാണിത്. പിന്നെ ഹെഡ് ടാഗ് ഉണ്ട്. ആ ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു ഇവിടെ, പിന്നെ ആ ഹെഡ് ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തു. ഈ ടാഗ് ഫോർവേഡ് സ്ലാഷ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്തു. ആ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ വേറെയും കുറച്ച് ടാഗ്സ് ഉണ്ട്. മെറ്റാ ടാഗ്സ് ഉണ്ട്, ടൈറ്റിൽ ഉണ്ട്. പിന്നെ അതിനുശേഷം ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തതിന് ശേഷം ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു. പിന്നെ ലാസ്റ്റ് HTML ക്ലോസ് ചെയ്തു. അപ്പം നമ്മൾ കോഡ് എഴുതാൻ പോകുന്നത് ഈ ബോഡീൻ്റെ ഉള്ളിലാണ്. എന്തുകൊണ്ടാണ് ഈ ഹെഡിൻ്റെ ഉള്ളിൽ കോഡ് എഴുതാത്തത്? നമ്മൾ ഇത് സേവ് ചെയ്തിട്ട് ഇതൊന്ന് റൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഫയലിൽ ഞാൻ വെറുതെ ഈ ബോഡീൻ്റെ ഉള്ളിൽ ഒരു പാരഗ്രാഫ് P ടാഗ് ഓപ്പൺ ചെയ്തു. P ടാഗ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനുള്ളിൽ കണ്ടൻറ്റ് കൊടുക്കുകയാണ്. ഞാനിവിടെ കുറച്ച് എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഡമ്മി കണ്ടൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ Command-Shift-P പ്രസ് ചെയ്യാണ്. നിങ്ങൾ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് Control-Shift-P ആയിരിക്കും. Control-Shift-P പ്രസ് ചെയ്തിട്ട് ഞാനവിടെ ലോറം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാൻ. അപ്പോൾ ലോറം ഇപ്സം ഇൻസേർട്ട് മൾട്ടിപ്പിൾ പാരഗ്രാഫ്സ് അങ്ങനെ ഒന്ന് വന്നു. അപ്പോൾ അത് ചൂസ് ചെയ്ത് എത്ര പാരഗ്രാഫ് വേണമെന്ന് വെച്ചാൽ ഞാൻ 2 പാരഗ്രാഫ്. അതൊരു Pൻ്റെ ഉള്ളിലാണ്. ഇത് ശരിക്കും 2 പാരഗ്രാഫാണ്. അത് ഞാൻ ഒരു Pൻ്റെ ഉള്ളിലാണ് ഇട്ടത്. ഞാനത് സേവ് ചെയ്തു. ഞാനിത് സേവ് ചെയ്തതിന് ശേഷം ഇതെങ്ങനെ റൺ ചെയ്യുന്നത്? നമ്മൾ ബ്രൗസർ ഉപയോഗിച്ചിട്ട് റൺ ചെയ്യാം. ബ്രൗസർ ഓപ്പൺ ചെയ്തു, അതിൽ നമ്മൾ മുകളിൽ പോയിട്ട് ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. അതെന്തിനാണ്? ഓപ്പൺ എ ന്യൂ ടാബ്, ഒരു ടാബ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്, പുതിയൊരു ടാബ്. അപ്പോൾ നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത ടാബ് അവിടെ തന്നെ ഉണ്ട്, അത് ക്ലോസ് ചെയ്തിട്ടില്ല, അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റും. എന്നിട്ട് ഇവിടെ പുതിയ ടാബിൽ നിന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, Command-O ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ Control-O. എന്നിട്ട് നമ്മൾ ആ ഫയലിൽ എവിടെയാണുള്ളത് അത് ബ്രൗസ് ചെയ്ത് കാണിച്ചു കൊടുക്കും. സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫയൽ എവിടെ വന്നു? ആ ഫയൽ നമ്മൾ ബ്രൗസറിൽ ഓപ്പൺ ആയിട്ട് വന്നു. ഞാൻ എന്താണോ പാരഗ്രാഫ് കൊടുത്തത് ആ പാരഗ്രാഫ് ഇവിടെ വന്നിട്ടുണ്ട്. വേറെ എന്താണ് നമ്മളെ കോഡിലുള്ളത്? ഇവിടെ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ ഉണ്ട്. ആ ടൈറ്റിൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ ടൈറ്റിൽ ഇവിടെ എവിടെയും കാണുന്നില്ല. പക്ഷെ അതെവിടെ ഉണ്ട്? ബ്രൗസറിലെ ടാബിൽ മുകളിൽ കാണിക്കുന്നുണ്ട്. ബ്രൗസർ ടാബ് ഡോക്യുമെൻറ്റ്. അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഞാൻ മാറ്റിയിട്ട് മൈ ഡോക്യുമെൻ്റ് എന്നാക്കാം. എന്നിട്ട് ബ്രൗസറിൽ പോയി ആ ചേഞ്ചസ് ഇവിടെ റിഫ്ലക്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ റീഫ്രഷ് ചെയ്യണം. ഈ റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, അല്ലെങ്കിൽ Command-R അല്ലെങ്കിൽ Control-R ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് റീഫ്രഷ് ചെയ്യാൻ പറ്റും. ആ റീഫ്രഷ് ചെയ്തപ്പോൾ ആ ടൈറ്റിൽ ഇവിടെ മാറി, മൈ ഡോക്യുമെൻ്റ് എന്നായി. അപ്പോൾ ഇതാണ് ഒരു HTML ഫയൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇവിടെ വന്നത്? ഈ കോഡിലെ ഹെഡ് എന്ന് പറയുന്ന സെക്ഷനിലുള്ളതൊക്കെ ബ്രൗസർ സ്പെസിഫിക് ആണ്. എന്താണ് ചെയ്യേണ്ടത് ഈ ബ്രൗസറിന് വേണ്ടിയിട്ടുള്ള കോഡും അതേപോലെ അതിൻ്റെ സ്റ്റൈലിങ്ങും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കോഡാണ് ഹെഡ് ഏരിയയിൽ വരുന്നത്. ബോഡി ഏരിയയിൽ വരുന്നതാണ് നമ്മൾ യൂസേഴ്സിന് കാണാൻ പറ്റുന്ന കോഡ്.